Hello, welcome to Red Short Talks. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് ജൂലൈ 9, 2025 നിഫ്റ്റിയിലെ ട്രേഡിംഗ് സാധ്യതകളാണ്. നമ്മുടെ കയ്യിലൊരു AI റിപ്പോർട്ടുണ്ട്. അപ്പോൾ അത് വെച്ചാണ് ഈ വിശകലനം. എന്തൊക്കെയാണ് ഇതിലെ പ്രധാന കാര്യങ്ങൾ, നാളെ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഏകദേശം 25,522 അതെ. ഈ 15 മിനിറ്റ് ചാർട്ട് കാണിക്കുന്നത് ഒരു നല്ല കയറ്റത്തിന് ശേഷം വില കുറച്ചൊന്ന് താഴെ വന്നിട്ട് ഇപ്പൊ ഒരു ബോക്സിനുള്ളിൽ നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ? ശരിയാണ്. ഒരു റേഞ്ചിലാണിപ്പോ. കറക്റ്റ് പറഞ്ഞാൽ ഒരു ചെറിയ റെസിസ്റ്റൻസ് ലെവൽ, ഒരു തടസ്സം തൊട്ടു താഴെയാണ് വില ഇപ്പോ. ഓക്കെ. അപ്പൊ അതൊന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. ഒരു ശ്രമം നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ RSI കൂടി നോക്കണം. അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. RSI. അത് മാർക്കറ്റിലൊരു ശക്തി അളക്കാനുള്ള സൂചകമാണ്. ഇപ്പോൾ അത് 59.45 ആണ്. 59.45. അപ്പൊ അത് ന്യൂട്രൽ ആണോ? ഒരു ന്യൂട്രൽ എന്ന് പറയാം, അല്ലെങ്കിൽ ചെറിയൊരു ബുള്ളിഷ് ചായ്വ്. അതായത് വാങ്ങുന്നവർക്ക് കുറച്ചുകൂടി ശക്തിയുണ്ടെന്ന് പറയാം. കാരണം ഇത് കുറച്ചു മുമ്പ് 39 എന്ന ലെവലിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ കേറി വരികയാണ്. അപ്പം മുകളിലേക്കുള്ളൊരു ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ഓ, അപ്പോൾ RSI മുകളിലേക്ക് വരുന്നത് ഒരു പോസിറ്റീവ് സിഗ്നലാണ്. ഈ നമ്പറുകളും ചാർട്ടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ AI റിപ്പോർട്ട് പറയുന്ന ട്രേഡ് അവസരങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും രണ്ട് സാധ്യതകളാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒന്ന്, വില മുകളിലേക്ക് പോകാനുള്ള സാധ്യത, ലോങ് ട്രേഡ്. ഓക്കെ, ലോങ്. ഏകദേശം ആ പറഞ്ഞ തടസ്സം, അതായത് 25,540 രൂപ എന്ന ലെവലിന് മുകളിൽ വില പിടിച്ചു നിന്നാൽ, ഒരു ബ്രേക്കൗട്ട് ഉറപ്പാക്കിയാൽ അവിടെ ഒരു വാങ്ങൽ അവസരം കാണുന്നുണ്ട്. ആദ്യത്തെ ടാർഗറ്റ് ലക്ഷ്യം വരുന്നത് 25,600 ആണ്. 25,600. അത് കഴിഞ്ഞാൽ അടുത്ത പ്രധാന റെസിസ്റ്റൻസ് 25,670 ആണ്. T2 എന്ന് പറയാം. ശരി. സ്റ്റോപ്പ് ലോസോ? സ്റ്റോപ്പ് ലോസ്, അതായത് നമ്മൾ ഈ ട്രേഡ് എടുത്തെങ്കിൽ ഒരു വേള താഴോട്ടു പോയാൽ നഷ്ടം കുറയ്ക്കാൻ 25,480 എന്ന ലെവലിൽ വെക്കാനാണ് നിർദ്ദേശം. ഓക്കെ. ഇതിനുള്ള കാരണം എന്തായിരിക്കും? ഇതിന് കാരണം, ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ RSI മുകളിലേക്ക് പോകുന്നു. പിന്നെ ചാർട്ടിൽ 25,420 തൊട്ട് 25,460 വരെയുള്ള ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട്, ഒരു അടിത്തറയുണ്ടാക്കിയിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ ആ ബ്രേക്കൗട്ട് നടന്നാൽ ഈ സപ്പോർട്ടിൽ നിന്ന് കിട്ടിയ ബലത്തിൽ നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. പിന്നെ റിസ്ക് റിവാർഡ് നോക്കിയാലോ? അതെ. നഷ്ടം വരാനുള്ള സാധ്യതയും ലാഭം കിട്ടാനുള്ള സാധ്യതയും തമ്മിലുള്ള അനുപാതം, അത് ഏകദേശം 1.25 മുകളിലാണ്. അത് ട്രേഡർമാർക്ക് താൽപ്പര്യമുള്ള ഒന്നാണ്. തീർച്ചയായും. റിസ്ക് റിവാർഡ് വളരെ പ്രധാനമാണല്ലോ. ശരി, അപ്പം മുകളിലേക്ക് പോയാലുള്ള കാര്യം മനസ്സിലായി. ഇനി മാർക്കറ്റല്ലേ, എങ്ങോട്ട് വേണമെങ്കിലും പോകാമല്ലോ. ഈ ബ്രേക്കൗട്ട് നടന്നില്ലെങ്കിലോ, വില താഴോട്ടാണ് പോകുന്നതെങ്കിൽ, അതെ, അതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ സാധ്യത ഷോർട്ട് ട്രേഡ്, അതായത് വില താഴേക്ക് പോകുമെന്ന് കണ്ട് വിൽക്കുന്ന രീതി. ഓക്കെ. നേരത്തെ പറഞ്ഞ ആ സപ്പോർട്ട് സോൺ ഉണ്ടല്ലോ, 25,460, ആ ലെവൽ ബ്രേക്ക് ചെയ്ത് വില താഴേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു വിൽപ്പന അവസരമുണ്ടാവാം. ആദ്യത്തെ ടാർഗറ്റ് T1 വരുന്നത് 25,400 രൂപയാണ്. 25,400. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴെ 25,340 രൂപ അടുത്ത ലക്ഷ്യമായി കാണുന്നു. ആ ഭാഗത്ത് ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. അതായത് അവിടെ എത്തുമ്പോൾ വീണ്ടും വാങ്ങാൻ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഈ ഷോർട്ട് ട്രേഡിനുള്ള സ്റ്റോപ്പ് ലോസ്? ഇതിന്റെ സ്റ്റോപ്പ് ലോസ് 25,510 വെക്കാനാണ് പറയുന്നത്. അതായത് 25,460 താഴെ എൻട്രി എടുത്താൽ 25,510 മുകളിൽ പോയാൽ നഷ്ടമുറപ്പിച്ച് പുറത്തുവരിക. ഇതിന്റെ കാരണം എന്തായിരിക്കും ഷോർട്ട് പോവാൻ? കാരണം ഒരുപക്ഷെ ആ മുകളിലേക്കുള്ള ബ്രേക്കൗട്ട് ശ്രമം പരാജയപ്പെടാം. വില വീണ്ടും താഴേക്ക് വരുന്ന ക്യാൻഡിലുകൾ കാണാം. RSI 60ൽ തട്ടി താഴേക്ക് വരാൻ തുടങ്ങാം. അതോടൊപ്പം ചിലപ്പോൾ മൂവിംഗ് ആവറേജുകൾക്ക് താഴെ വില എത്തിയാൽ ഇതൊക്കെ വിൽപ്പന കൂടാനുള്ള സൂചനകളാണ്. ഇവിടുത്തെ റിസ്ക് റിവാർഡ് ഏകദേശം 1.2 ആണ്. മനസ്സിലായി. അപ്പോ ലോങ് പോകാനും ഷോർട്ട് പോകാനും സാധ്യതയുണ്ട്. നാളത്തെ ട്രേഡിംഗിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വില നിലവാരങ്ങൾ, കീ ലെവൽസ് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാമോ? പറയാം. മുകളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട തടസ്സങ്ങൾ, അതായത് റെസിസ്റ്റൻസ് വരുന്നത് 25,540, പിന്നെ 25,600. ഓക്കെ. താഴേക്ക് വരുമ്പോൾ താങ്ങായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള സപ്പോർട്ട് ലെവലുകൾ 25,460,
പിന്നെ 25,400. ശരി. അതുകൂടാതെ നല്ല വാങ്ങൽ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ, ഡിമാൻഡ് സോൺ, അത് 25,340-നും 25,380-നും ഇടയിലാണ്. അതുപോലെ നല്ല വിൽപ്പന വരാൻ സാധ്യതയുള്ള ഒരു സപ്ലൈ സോൺ 25,600-നും 25,670-നും ഇടയിലുമാണ് ഈ റിപ്പോർട്ട് എടുത്ത് കാണിക്കുന്നത്. വളരെ ക്ലിയറായി. അപ്പോൾ ജൂലൈ 9 നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട 2 തരം ട്രേഡ് സാധ്യതകളും പിന്നെ പ്രധാനപ്പെട്ട വില നിലവാരങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ നാളത്തെ വിപണിയിൽ ഈ 25,540 മുകളിലേക്ക് കടക്കുന്നുണ്ടോ അതോ 25,460 താഴേക്ക് പോകുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത നീക്കങ്ങൾ, അല്ലേ? അതെ, തീർച്ചയായും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇതെല്ലാം ഒരു സാങ്കേതിക വിശകലനം മാത്രമാണ്, ഒരു സാധ്യതയാണ്. യഥാർത്ഥ മാർക്കറ്റ് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും വാർത്ത വരാം, ആഗോള വിപണിയിലെ മാറ്റങ്ങൾ വരാം, അതൊക്കെ ഇതിനെ ബാധിക്കാം. ശരിയാണ്. അപ്പോൾ ഈ AI റിപ്പോർട്ടിലെ വിവരങ്ങൾ ഒരു സൂചനയായി എടുത്ത് നിങ്ങളുടെ സ്വന്തം നിരീക്ഷണങ്ങളുമായി ചേർത്ത് വായിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുതന്നെ. ഈ ടെക്നിക്കൽ വിശകലനങ്ങളൊക്കെ ഒരു ഗൈഡ് പോലെ ആണെങ്കിലും അവസാനം സ്വയം തീരുമാനം, പിന്നെ റിസ്ക് മാനേജ്മെന്റ്, അതായത് നഷ്ടം വരാതെ നോക്കാനുള്ള പ്ലാൻ, ഇതൊക്കെ എത്ര പ്രധാനമാണെന്ന് നമ്മൾ ഓർക്കണം, അല്ലേ? ഒരു പക്ഷേ ഈ AI റിപ്പോർട്ടിൽ പറയാത്ത, എന്നാൽ നിങ്ങളുടെ ട്രേഡിംഗ് തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. എന്തൊക്കെയാവാം അത്? അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്.